അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റമളാൻ നമ്മോട് വിട പറയുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാവിൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ദുആ പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊരു നിസ്സാര ദുആയല്ല. ഈ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. കാരണം നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാനുണ്ടാകുന്ന സമയത്ത് ഈ ദുആ ചൊല്ലിയിരുന്നു. മുത്തുനബി ചൊല്ലിയ ദുആയാണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഇന്നത്തെ രാവിൽ നിങ്ങൾ നല്ല വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഈ ദുആ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആ ദുആക്ക് ഇജാബത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവർ ഈ ലോകത്ത് ആരാണ് ഉള്ളത്? എന്നാൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ മുറാദുകളൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ ദുആ ചൊല്ലാൻ വേണ്ടിയിട്ട് സെക്കൻഡ് സമയം ചിലവഴിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും. നിങ്ങളുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു ചെറിയ ദുആയാണ് ഇത്. ഈ ദുആ ജീവിതത്തിൽ ചൊല്ലുന്നവർക്ക് ഒരിക്കലും പ്രയാസങ്ങളുണ്ടാകില്ല. അവർക്കൊരിക്കലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അപകടങ്ങളോ ദുരിതങ്ങളോ ഒന്നും തന്നെ റബ്ബ് സുബ്ഹാനഹു തആല നൽകില്ല. മാത്രമല്ല, അവർക്ക് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു കുറവും ഉണ്ടാകില്ല. അവർക്ക് കടങ്ങൾ ഉണ്ടാകില്ല. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഉദ്ദേശങ്ങളുമൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല അവർ ഉദ്ദേശിച്ചതിനേക്കാൾ, അവർ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അവർക്കത് നിറവേറ്റി കൊടുക്കും. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതം തന്നെ മടുത്തു പോകുന്ന ചില സമയങ്ങളുണ്ട്. പലർക്കും ആ സമയത്ത് ജീവിതം തന്നെ അവസാനിച്ചാലോ എന്ന് പലർക്കും തോന്നിപ്പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാൻ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് നേരിടാനുള്ള, അതിനുള്ള ഒരു പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഒരു മനക്കരുത്തും ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും നിങ്ങൾക്ക് ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ദുആ ഒരു വട്ടം ചൊല്ലിയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രയാസം നിങ്ങൾക്ക് മാറിക്കിട്ടും. ആ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും നിങ്ങൾ അത് പരിഹരിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു ധൈര്യം ലഭിക്കും. എവിടെയും നിങ്ങൾ തകരില്ല. ഈ ദുആ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ദുആ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം ജീവിതമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമുക്ക് ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പല പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അത് സാമ്പത്തികമായിട്ട് വരും, ശാരീരികമായിട്ട് വരും, മാനസികമായിട്ട് വരും. മാത്രമല്ല, നമ്മുടെ ഭർത്താവ് കാരണം വരും, നമ്മുടെ ഭാര്യ കാരണം വരും, നമ്മുടെ മക്കൾ കാരണം വരും. മാത്രമല്ല, അതുപോലെ മറ്റുള്ള ജനങ്ങൾ കാരണം വരും. ഇങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ചില സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ തകർന്നു പോയി, ജീവിതം തന്നെ മടുത്തുപോയി, പല വേണ്ടാത്ത ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും ശൈത്താൻ നമ്മെ എത്തിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ കടുങ്കൈ ചെയ്താൽ, നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞാൽ, നമ്മൾ ആത്മാർത്ഥ്യ ചെയ്ത് കളഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് പിന്നീട് ഈമാനില്ലാത്ത മരണമാണ് സംഭവിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള
പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ മാർഗങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എന്നാൽ നമ്മൾ അറിയാതെ ചെയ്തു പോകും. ശൈത്താൻ നമ്മെ അതിലേക്ക് എത്തിക്കും. എന്നാൽ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദുആ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശൈത്താനും നിങ്ങളെ അത്തരത്തിലുള്ള ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും കൊണ്ടുപോകാൻ ശൈത്താന് സാധിക്കില്ല. കാരണം ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മനസ്സിനൊരു വലിയ മനക്കരുത്ത് തരും, വലിയൊരു ധൈര്യം തരും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്തും ചങ്കൂറ്റവും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുആ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന, പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ പ്രവൃത്തികളിലേക്കും ചിന്തകളിലേക്കും മറ്റ് ലഹരികളിലേക്കും ഒന്നും നിങ്ങൾ പോകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും അതിൽ നിന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ദുആ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പഠിച്ചിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്, ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നാമൊക്കെ. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ല, നിറവേറി കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, നിങ്ങളുടെ മുറാദ് ഹാസിലാക്കാൻ നിങ്ങൾ ഈ ദുആ ഒരു വട്ടം ചൊല്ലിയാൽ മതി. നിങ്ങൾ ആ കാര്യം മനസ്സിൽ കരുതി കണ്ണടച്ചുകൊണ്ട് എല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി ഈ ദുആ നിങ്ങൾ ഒരു വട്ടം ചൊല്ലി നോക്കൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ഉദ്ദേശം റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. അതിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയ ഒരു ദുആയാണ് ഇത്. പ്രയാസങ്ങൾ വരുന്ന സമയത്തും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുണ്ടാകുന്ന സമയത്തൊക്കെ ഈ ദുആയാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിരുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടു കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഈ ദുആ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുആയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വിജയിപ്പിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ നിങ്ങൾക്ക് ആ ദുആ ഏതാണെന്ന് പറഞ്ഞു തരാം. ഈ ദുആ പലർക്കും അറിയാവുന്ന ഒരു ദുആയാണ്. മാത്രമല്ല പലരും ഇത് ജീവിതത്തിൽ പതിവായി ഒരു വട്ടമെങ്കിലും ചൊല്ലുന്ന ഒരു ദുആയാണ്. ഈ ദുആ ചൊല്ലുന്നവരുടെ ജീവിതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അവരുടെ ജീവിതത്തിൽ എന്നും അവർക്ക് സമാധാനമായിരിക്കും. ഒരു ടെൻഷനും അവർക്കുണ്ടാകില്ല. അവർക്ക് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് അവർ സിമ്പിളായിട്ട് അവർ അത് നേരിടും. അത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അവരൊക്കെ എത്ര വലിയ കഴിവുള്ളവരാണ്, മനക്കരുത്തുള്ളവരാണ് എന്നൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന് കാരണം അവർ ഈ ദുആ ദിവസവും പതിവായി ചൊല്ലുന്നവരായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും പ്രയാസവും ദുഃഖവും മറികടക്കാനുള്ള പവർ ഈ ദുആക്കുണ്ട്. അതായത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സ്വന്തമായിട്ട് വീടില്ലാത്തവർ, വിവാഹം ശരിയാകാത്തവർ, മക്കളില്ലാത്തവർ, സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർ, സ്വന്തം പ്രിയപ്പെട്ടവർ മരണപ്പെട്ടവർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, അതുപോലെ ഭാര്യ ഉപേക്ഷിച്ചു പോയവർ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ ഈ ഒരു ദുആ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി. പെട്ടെന്ന് ഫലം കിട്ടുന്ന വലിയ മഹത്വമുള്ള ഒരു ശ്രേഷ്ഠതയേറിയ ഒരു ദുആയാണ് ഇത്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു ദുആ എല്ലാ ദിവസവും നിർബന്ധമായിട്ടും പതിവാക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്
നിങ്ങളുടെ പ്രസവം വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാക്കും. അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സുഖപ്രസവം അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. റാഹത്താകും നിങ്ങളുടെ പ്രസവം. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ചൊല്ലേണ്ട ദുആ ഉൽ കർബ് എന്ന ആ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അർത്ഥസഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ നിങ്ങൾ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഈ ദുആയാണ് ദുആ ഉൽ കർബ്. ഇനി ഞാൻ ഇതിൻ്റെ അർത്ഥം വ്യക്തമായി പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, സഹനശീലനും മഹാനുമായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിൻ്റെ രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിൻ്റെയും ആകാശഭൂമികളുടെയും രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഇതാണ് ഈ ദുആയുടെ അർത്ഥം വരുന്നത്. ഈ ദുആ ഏതൊരാൾക്കും ചൊല്ലാനും അത് മനഃപ്പാഠമാക്കാനും വളരെ ഈസിയാണ്. ചെറിയൊരു ദുആയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദുആ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അപകടങ്ങൾ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ, അതുപോലെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന സമയത്ത്, ആരാരും ഇനി കൂട്ടിനില്ല, സഹായത്തിനില്ല, ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ദുആ ഒരു വട്ടം നല്ല മനസ്സോടുകൂടിയും ഇഖ്ലാസോടുകൂടിയും നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും മനോധൈര്യവും നല്ലൊരു മനക്കരുത്തും ഏത് കാര്യവും നേരിടാനുള്ള ഒരു ധൈര്യവും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ മറക്കാതെ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ നടന്നു കിട്ടേണ്ടത്, എന്ത് പ്രയാസമാണോ മാറിക്കിട്ടേണ്ടത്, ജീവിതത്തിൽ സമാധാനം വേണോ, ബർക്കത്ത് വേണോ, ഐശ്വര്യം വേണോ, സമ്പത്തിൽ ബർക്കത്ത് വേണോ, നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടണോ, രോഗങ്ങൾ മാറിക്കിട്ടണോ, വിവാഹം ശരിയാകാതെ വിഷമിക്കുന്നവരുണ്ടോ, മക്കളില്ലാത്തവരുണ്ടോ, വീടില്ലാത്തവരുണ്ടോ, സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ജീവിതത്തിൽ സമാധാനം വേണോ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്നത്തെ രാവിൽ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഈ ദുആ നിങ്ങൾ ഒരു വട്ടം നല്ല വിശ്വാസത്തോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി, ശുദ്ധിയോടുകൂടി, നല്ല വസ്ത്രം ധരിച്ച് കിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട്, ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് കണ്ണടച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി ഈ ദുആ ഒരു വട്ടം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ടാകും. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പ്രാർത്ഥിച്ചിരുന്ന ഒരു ദുആയായിരുന്നു ഇത്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. പിറ കണ്ടില്ലെങ്കിൽ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് മറക്കാതെ ഈ കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും റബ്ബ് സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.